കേരളത്തിലെ സമൂഹത്തിന്റെ പ്രധാന ആഘോഷമായ വിഷു ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ആചരിച്ചു. പുലർച്ചെ സൂര്യോദയത്തിന് മുൻപ് വിഷുക്കണി കണ്ടുണരുന്ന ആചാരത്തോടെ ദിനം ആരംഭിച്ചു. വിഷുദിനം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമായാണ് കരുതപ്പെടുന്നത്. ഇതിനെ മോഷസംക്രാന്തി എന്നും വിളിക്കുന്നു. ഈ ദിവസം മുതൽ പ്രകാശവും സമൃദ്ധിയും ജീവിതത്തിൽ നിറയുമെന്നാണ് വിശ്വാസം. പുരാണപ്രകാരം അസുര രാജാവായ നരകാസുരന്റെ വധത്തിനു ശേഷം ഭൂമിയിൽ സമാധാനവും സന്തോഷവും വീണ്ടെടുക്കപ്പെട്ട ദിനമായാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു ആഘോഷിക്കുന്നതിന് ഒരു വിശ്വാസം കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുരനെ സംഹരിച്ചതിന് ശേഷമാണ് ലോകത്ത് പ്രകാശവും ധർമ്മവും വീണ്ടെടുത്തത് എന്ന് പറയപ്പെടുന്നു. വീടുകളിലെ പൂജാമുറികളിൽ കണ്ണാടി, കണിക്കുന്ന പൂവ്, അരി, നാണയം, കായ്കനികൾ എന്നിവ ചേർത്തൊരുക്കിയ വിഷുക്കണി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കുടുംബത്തിലെ മുതിർന്നവർ ഇളയവർക്ക് വിഷുക്കൈനീട്ടം നൽകുന്ന പതിവും വ്യാപകമായി തുടരുന്നു. പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ സമ്പത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അടയാളമായാണ് കൈനീട്ടം കാണപ്പെടുന്നത്. വിഷു എന്നത് ഒരു ഉത്സവം മാത്രമല്ല, പുതിയ തുടക്കത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ്. പ്രകാശം കാണുന്ന കണ്ണുകളും പ്രതീക്ഷ നിറഞ്ഞ മനസ്സുമായി പുതിയ വർഷത്തെ വരവേൽക്കുന്നതാണ് വിഷു. പ്രകാശവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു പുതിയ തുടക്കം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കണി കണ്ടുണരുന്ന വിശ്വാസവും കൈനീട്ടവും പങ്കിടുന്ന സ്നേഹവും കുടുംബസംഗമത്തിന്റെ സന്തോഷവും ചേർന്ന വിഷു ഏവർക്കും നേരുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.